ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള കരുത്തരായ നമ്മുടെ ശത്രുക്കൾ, അവരെ നേരിടാൻ നമുക്ക് സമയമായി. ആദ്യം പത്മാവതി എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അവളെ ഒതുക്കണം. സത്യം പറഞ്ഞ ഇന്നാണ് റോവനെടുത്ത് എനിക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റും. എന്തായി രാജു ഫയലിന്റെ കാര്യങ്ങളൊക്കെ? കേട്ടോ റോവൻ, ഇതുവരെ എന്റെ ഒരു റിപ്പോർട്ട്സും എവിടെയും ലേറ്റായി എത്തിയ ചരിത്രമില്ല. അത് എന്റെ മിടുക്കലാട്ടോ, എല്ലാം എന്റെ മിടുക്ക. ഇവൻ എന്റെ PA ആയതുകൊണ്ട് പുകഴ്ത്തി പറയുന്നൊന്നുമല്ല. ഇവൻ ശരിക്കും ഒരു കമ്പ്യൂട്ടർ മനുഷ്യനാണ്. ഇവൻ എന്ത് വേഗത്തിലാണെന്നറിയാമോ ഓരോ ജോലികളും ചെയ്തു തീർക്കുന്നത്, അതും ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ. അതെ, രാജു അച്ഛന്റെ ഒപ്പം കൂടിയതിന് ശേഷം അച്ഛന് കൂടുതൽ ഉയർച്ചകൾ ഉണ്ടായതെന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അല്ലേ അച്ഛ? അത് പിന്നെ എപ്പോഴും ആവർത്തിച്ച നിങ്ങൾക്കൊക്കെ ബോറടിക്കണമെന്ന് കരുതിയാ ഞാൻ ആ കാര്യം പറയാത്തത്. റോൺ സാറേ, ഇവര് പറയുന്ന പോലൊന്നുമല്ല. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അത് വലിയ ഗ്രേറ്റ്നെസ് ആയിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ സാറിന്റെ സാലറി വാങ്ങിച്ചിട്ടല്ലേ ജോലി എന്ന്. രാജു, നീ ആ ഫയലിംഗ് എന്ന് എന്തായാലും ഇവൻ അച്ഛനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അച്ഛന് വലിയ റിയാക്ഷനും ഇല്ല. അപ്പൊ ഏതായാലും കാര്യങ്ങൾ സ്മൂത്തായിട്ട് കഴിയും. രക്ഷപ്പെട്ടു. രാജു, നിനക്കിറങ്ങാൻ സമയമായോ? ആയി സർ, ഫയൽ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമായി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അവസാനം വരെ നോക്കി വെരിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല സർ, ഞാൻ 1-2 തവണ റീചെക്ക് ചെയ്തതാ. എങ്കിൽ ഞാൻ സൈൻ ചെയ്തേക്കാം. എങ്കിലും ലേറ്റ് ആക്കണ്ട, നീ ഇറങ്ങിക്കോ. ശരി സർ. റോഹൻറിക്ക് പിന്നെ എന്തൊക്കെയുണ്ട് മറ്റു വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും ഞാൻ ഉടനെ വരുന്നുണ്ട്. അവരാണല്ലോ അങ്കിളുമായി സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ രോഹൻ അച്ഛനോടൊന്നും തുറന്നു പറഞ്ഞില്ലേ? അങ്കിളിനോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റോ? കമോൺ റോഹൻ, കാര്യം എന്താ വെച്ചാ പറയൂ. അല്ലെങ്കിൽ എനിക്ക് ഹൃദയമായി ഒന്ന് ഔട്ടിങ്ങിന് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഔട്ടിങ്ങിനോ? അങ്കിൾ, കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അന്ന് അങ്കിളിനോട് ചോദിച്ച് ഞാനും വലിയച്ഛനും പോയെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഹൃദയം പേഴ്സണലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അതിനുവേണ്ടി ഒരു സ്പേസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഔട്ടിംഗ് അല്ലെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും സംസാരിച്ചോളൂ. ഇറ്റ്സ് ഓക്കെ. റോവനോട് കാര്യം ചെയ്യും, ഹൃദയം കൂട്ടി പുറത്തുപോയി ഒന്ന് മനസ്സോളം സംസാരിക്കാം. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്.
സോറി, ഋതികയ്ക്ക് എന്നോടൊപ്പം വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ദേ അങ്കിൾ, ഋതിക ചിരിച്ചു. അപ്പോ ഋതികയ്ക്ക് സമ്മതമാണ്. ഋതിക, നമുക്കിറങ്ങാം. ഹലോ, ഇല്ല, ഞാൻ രാജുവിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ആ പറഞ്ഞു. ഇല്ല. ഋതിക, ഐ എം സോറി. എനിക്ക് അങ്കിളിനോട് താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഔട്ടിങ്ങിന് വരാൻ പറഞ്ഞത്. ഒന്നും തോന്നല്ലേ, തന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. താനൊരു കാര്യം ചെയ്യും, ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാം. ഓക്കെ, ലേറ്റ് ആവല്ലേ? ഏയ് ഇല്ല, ഞാൻ വേഗം വരാം. അമ്മ എന്താ ആലോചിക്കുന്നത്? ആ ലക്ഷണം കെട്ടവള് നിന്റെ മുറിയിലേക്ക് താമസത്തിന് കയറിയപ്പോഴേ തുടങ്ങി എനിക്ക് എരണക്കേട്. അതെ അമ്മേ, അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. ഒരുപാട് കാലം അവളും അവളുടെ കുഞ്ഞിവിടെ നിന്നാ അത് നമുക്ക് ആപത്താം. ഇപ്പോ തന്നെ അവളോടും കുഞ്ഞിനോടും എല്ലാവർക്കും ഒരു പ്രത്യേക സെന്റിമെന്റ്സാ. നമുക്ക് അവളോടൊന്ന് സംസാരിച്ചു നോക്കാടാ. കുറച്ചധികം ക്യാഷ് ചെലവാക്കിയാലും കുഴപ്പമില്ല. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അവളെയും കുഞ്ഞിനെയും ഒതുക്കാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനാണോ അമ്മയുടെ പ്ലാൻ? അല്ല, അങ്ങനെ അല്ലാതെ തന്നെ അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ദാരിദ്ര്യത്തിന്റെ മുകളില് എന്ത് കച്ചവടവും നടക്കൂടാ മോനെ. കൊട്ടേഷൻ ഒന്നും വേണ്ട. നല്ലൊരു കൊട്ടേഷൻ പാർട്ടിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നതിന്റെ പകുതി അവൾക്ക് കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ കൊന്നു കളയുന്ന അവളെ ചെറുതായി ഒന്ന് വിരട്ടിയാലേ പെട്ടിയും കിടക്കയും എടുത്തോണ്ട് പൊടിയും തട്ടി അവൾ അവളുടെ പാട്ടിന് പൊയ്ക്കോളും. അത് ശരിയാ അമ്മേ. അതിന് സമയമുണ്ട്. പക്ഷേ ഇനി ഒട്ടും വൈകിക്കാതെ ഉടനെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതെന്താ അമ്മേ? നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള കരുത്തരായ നമ്മുടെ ശത്രുക്കൾ, അവരെ നേരിടാൻ നമുക്ക് സമയമായി. ആദ്യം പത്മാവതി എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അവളെ ഒതുക്കണം. അകലേ